എടോ മിമിക്രി, എനിക്കുള്ള പെറോട്ട എവിടെ? വല്ല ചേട്ടാ, ഇന്ന് നിങ്ങൾ ഇവിടുത്തെ പറ്റ് തീർത്തേ പറ്റൂ. എങ്കിലേ ഈ മിമിക്രിയുടെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പാ. പറ്റു തീർക്കാനോ? എന്ത് പറ്റ്? എന്റെ അമ്മാവാ, താൻ തന്നെ പറയേ, ഒരു പെറോട്ടയ്ക്ക് എത്ര രൂപയാണ്? 50 രൂപയാവും. പിന്നെ തനിക്കറിയാവോ, എനിക്ക് ഹോട്ടലിലേക്ക് വരാൻ 40 രൂപ ഓട്ടോയ്ക്കും 20 രൂപ ബസ്സിനും ചിലവാകുന്നുണ്ട്. തന്റെ ഈ വെണ്ണ ചേർത്ത പൊറോട്ട കഴിച്ചിട്ട് ദിവസം 2 കിലോമീറ്റർ നടക്കേണ്ടി വരുന്നുണ്ട്. എന്റെ ചെരുപ്പ് തേഞ്ഞു തീരുന്നുണ്ട്. അതിന് കാശ് വേറെ വേണം. പറഞ്ഞു വന്നാൽ താനാണ് എനിക്ക് 20 രൂപ തരേണ്ടത്, കേട്ടോ? എന്റെ ഈശ്വരാ, ഒരു കാര്യം ഉറപ്പാ, ഈ ബല്ലാസാറിന്റെ പിശുക്ക് ഒരിക്കലും മാറാൻ പോണില്ല. ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ നേർവഴിക്കല്ല നടക്കണെന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴി നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ കോജി സാറിന്റെ കയ്യിൽ നിന്ന് ഈ ദയാലുവാകുന്ന മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. ഈ മരുന്ന് കൊണ്ട് മനുഷ്യന്റെ പിശുക്കിനൊരു ശമനം ലഭിക്കുമല്ലോ. അങ്ങനെ ആ മനുഷ്യൻ വളരെ ദയാലുവായിട്ട് മാറുന്നതാണ്. അതുറപ്പാ. ഈ ബല്ലാസാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുക്കാൻ ഇതല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. ഹലോ ബെല്ലിച്ചേട്ടാ, രാത്രിയിൽ കഴിക്കാൻ ചിക്കൻ വാങ്ങിട്ട് വരണേ. എന്താ ചിക്കനോ? പണമെന്താ മറത്തി കഴിക്കുന്നതാണോ? ചിക്കന്റെ വില കൂടിയതൊന്നും നീ അറിഞ്ഞില്ലേ? ചപ്പാത്തിയും പരിപ്പും കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക്. ശരി, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിട്ട് വരണേ. പരിപ്പും ചപ്പാത്തിയും? നമ്മളെന്തിനാ ചപ്പാത്തിയും പരിപ്പും കഴിക്കുന്നത്? ഞാനിന്ന് ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാം. പനീർ വാങ്ങിക്കാം മമ്മി. എക്സോട്ടിക് വെജിറ്റബിൾസും ധാരാളം വാങ്ങിച്ചോളാം. ഞാൻ റോങ് നമ്പറിലാ വിളിച്ചതെന്ന് തോന്നുന്നു. ഈശ്വരൻ എനിക്ക് ധാരാളം കാശ് തന്നിട്ടുണ്ടല്ലോ. അതെല്ലാം എനിക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കണം. എടാ മിമിക്രി, ഞാനിന്ന് ഹോട്ടലിൽ വരുന്നവർക്ക് എന്റെ വക ഭക്ഷണം കൊടുക്കാൻ പോവാ. എന്റെ പൊന്നു ബല്ല സാറേ, പണം മരത്തിലാണോ കഴിക്കുന്നത്? എന്റെ അമ്മാവാ, പണം എന്നത് കയ്യിൽ പറ്റിയ അഴുക്ക് പോലെയാ. അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും എല്ലാം പകുത്ത് കൊടുക്കുമ്പോഴല്ലേ യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. ഇതോ ഇന്നത്തെ ബില്ലിന്റെ പണം. ഇത് തന്റെ പറ്റി തീർക്കാൻ. പിന്നെ ഇത് വെച്ചോ, 1000 രൂപ ടിപ്പായി തരുന്നു. ഇത് ഞാനെന്താ വല്ല സ്വന്തം ലോകത്ത് പാടൂ? വല്ലാങ്കൾ ഇത്രയും പണം പഴിച്ചെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അങ്ങനെ ഞാൻ എന്റെ കാര്യം സാധിച്ചെടുത്തു. എനിക്ക് എന്റെ പൈസ കിട്ടി. പൊറോട്ട കഴിച്ച ദാനധർമ്മനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ പറ്റൂ, നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തേ മിമിക്രി അങ്കിൾ? ഞാൻ നിന്നോട് ഒന്നും ഒളിക്കുന്നില്ല അനന്തരവ. ഞാൻ ആ സാറിന്റെ പൊറോട്ടയില് കോജി സാറ് നൽകിയ ദയാലുവാകുന്ന മരുന്ന് ഒഴിച്ചു കൊടുത്തു. അത് എത്ര പിശുക്കന്മാരായ മനുഷ്യന്മാരെയും ദാനധർമ്മിയാക്കി മാറ്റിയെടുക്കും. അത് ഉറപ്പാ. റോസി, നീ അത് കേട്ടില്ലേ? ബല്ലാസാർ ദാനധർമ്മിയായി മാറിയത്രേ. അയാളുടെ ഈ സ്വഭാവത്തെ നമ്മൾ അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്തിയേ പറ്റൂ. അല്ല അനന്തരവ, ഈ ബല്ലാസാർ ഇങ്ങനെ ദാനധർമ്മിയായാൽ ഉള്ള കാശ് മുഴുവൻ അർഹതയില്ലാത്തവർക്ക് എടുത്തു കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വല്ലാങ്കളിന് വീണ്ടും പിശുക്കൻ. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വീണ്ടും നോർമൽ ആക്കണം അമ്മാവാ. ഞാൻ ചെന്ന് മോജിയങ്ങളുടെ കയ്യിൽ നിന്ന് ആന്റിഡോട്ട് കൊണ്ടുവരാം. പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ ബല്ലാങ്കളിന് പുറത്തു പോകാൻ സമ്മതിക്കരുത്. പിന്നെ ബല്ലാങ്കളിനെ കാണാൻ ആരെയും ഇങ്ങോട്ട് കയറ്റി വിടരുത്. അല്ലെങ്കിൽ ആ ദാനധർമ്മം അങ്കിളിന് വലിയ വിനയായി തീരും. ഇന്ന് പറ്റില്ല സാറേ, ബല്ല സാറ് ഭയങ്കര ബിസിയാ. നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ. ഇത് വലിയ സങ്കടമായി പോയല്ലോ. ഞാൻ ഇന്ന് A1 ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ ഒരു കേസ് ഏൽപ്പിക്കുവാൻ വേണ്ടി വന്നതാ. അങ്ങനെയെങ്കിൽ ഞാനിപ്പോ Z+ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് പോവുകയാ. ഒന്ന് നിൽക്കണേ സാറേ. കേസിന്റെ കാര്യമാണെങ്കിൽ സാറിന് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. എന്റെ ബല്ല സാറേ, ഈ ഗോൾഡൻ ട്രോഫി എന്ത് ഭംഗിയാ. എന്റെ കയ്യിലും ഇങ്ങനെയൊരു ഗോൾഡൻ ട്രോഫി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ഓർത്തു പോവാ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതാ കൊണ്ടുപോയിക്കോളൂ. പിന്നെ സാറിന്റെ ഈ പുതിയ ഇമ്പോർട്ടഡ് മൊബൈൽ ഫോൺ കൊള്ളാം. എത്ര ദിവസമായി ഇതൊരെണ്ണം വാങ്ങണമെന്ന് വിചാരിക്കുന്നെന്ന് അറിയാമോ? പക്ഷേ നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടമായെങ്കിൽ ഇതാ ഇതും എടുത്തുകൊള്ളൂ. എന്റെ ബല്ല സാറേ, നിങ്ങൾ എന്ത് പണിയായി ചെയ്യുന്നത്? അമ്മാവാ, എന്റെ ദാനധർമ്മത്തെ ചോദ്യം ചെയ്യാൻ വന്നാൽ തന്റെ 2 മാസത്തെ സാലറി ഡബിൾ ആക്കി കയ്യിൽ തരും ഞാൻ. സാറിന്റെ വാച്ച്, അതുപോലെ സ്വർണ്ണ ചെയിൻ,
പിന്നെ ഈ ലോക്കറിൽ ഇത്രയും പണം ഉണ്ടായിരുന്നോ സാറേ? എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊണ്ടുവയ്ക്കോ, എല്ലാം എടുത്തോ. അമ്മാവാ അമ്മാവാ, വേഗം എണീറ്റ്, ബല്ലാങ്കളെല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞു. അമ്മാവ എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? കണ്ടില്ലേ, ഞാൻ ആന്റിഡോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആനന്ദരവാ, ഏതോ ഒരാൾ ഇവിടെ വന്നു. അയാൾ എന്തൊക്കെയോ പറഞ്ഞു മൈക്ക് ബല്ലാ സാറിനുണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി. ഇനി ഈ ഓഫീസ് ദാനമായി കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ആന്റിഡോട്ട് കൊടുത്തേ മതിയാകൂ. ആനന്ദരവാ, വേണ്ട വേണ്ട അമ്മാവ, ഇപ്പൊ അത് കൊടുക്കരുത്. ബല്ലാങ്കൾ ഇത് കുടിച്ച് വീണ്ടും പിശുക്കനായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് കാലിയായി കിടക്കുന്നത് കണ്ട് പിന്നെ അങ്ങേര് നമ്മൾ പൊരിച്ചെടുക്കും. അമ്മാവ എണീറ്റ്, ഞാനൊരു കൈ സഹായിക്കാം. ഞാനെന്തായി കാണുന്നത്? എന്റെ അലമാരിലിരുന്ന പണമൊക്കെ അവിടെ. എന്റെ ദൈവമേ, പണമൊക്കെ നിങ്ങൾ തന്നെ ദാനമായി എടുത്തു കൊടുത്തതാണ് ബല്ലാ സാറേ. എന്തോ ഞാനങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പണം എന്താ മരത്തിൽ കഴിക്കുന്നതാണോ? അമ്മാവോ, എനിക്കിപ്പോ തന്നെ എല്ലാം തിരിച്ചു കിട്ടണം. എല്ലാം എനിക്ക് വേണം, അല്ലെങ്കിൽ തന്റെ 2 വർഷത്തെ സാലറി. ബല്ലാങ്കളാണ് ഇപ്പൊ സംസാരിക്കുന്നത്. പക്ഷെ കുറച്ച് നേരത്തെ ആയിപ്പോയല്ലോ. അങ്കിൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്തൊക്കെ സാധനം മോഷണം പോയത്? ട്രോഫി, ഒരു സ്വർണ്ണ ചെയിൻ, മൊബൈൽ ഫോൺ. ഫോണും മോഷണം പോയിട്ടുണ്ടല്ലേ? അത് കൊള്ളാമല്ലേ അങ്കിൾ. എങ്കിൽ നമുക്ക് GPS ഉപയോഗിച്ച് ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് പോലീസ് മാഡത്തെയും കൂടി വിളിക്കാം. ഹലോ പോലീസ് മാഡം. ഓ, ഇതാ ജോഗാവർ ആണല്ലോ. പോലീസ് മാഡം, ജോഗാവർ പെട്ടെന്നൊന്നും ഇത് സമ്മതിച്ചു തരില്ല. പക്ഷെ ഒരു സൂത്രം പ്രയോഗിക്കാം. പിന്നെ ജോഗാവർ സ്വയം തന്നെ ബല്ലാങ്കളുടെ സാധനങ്ങളെല്ലാം തിരികെ ഏൽപ്പിക്കും. അതെങ്ങനെ സാധിക്കും ആനന്ദരവാ? ഐഡിയ. ജോഗാവറിന് ഗോജിയങ്കളുടെ സ്പെഷ്യൽ ദയാലാകും മരുന്ന് കൊടുത്തേക്കാം. ബല്ലാങ്കൾ ദാനധർമ്മനായത് ആ കെമിക്കൽ കുടിച്ചിട്ടാണല്ലോ. നീ മിടുക്കനാ, നിന്നെ തോൽപ്പിക്കാനാകില്ല ആനന്ദരവാ. എടോ ജോഗാവർ, നീ വേഗം ബല്ലാ സാറിന്റെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്ക. എന്ത്? ഏത് സാധനങ്ങൾ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂട്ടരുതറിയോ, ഞാൻ ഇന്ന് ചിരിക്കും പഠിക്കും. ഈശ്വരൻ എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് എല്ലാവർക്കും ദാനം ചെയ്ത് നൽകാൻ പോവുകയാണ്. ജോഗാവർ അങ്കിൾ, എനിക്ക് റേസിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നിങ്ങളുടെ ഗോൾഡൻ ട്രോഫി ഫസ്റ്റ് പ്രൈസ് ആയി തരികയാണെങ്കിൽ ഒത്തിരി സന്തോഷമാകും. നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ മോനെ. ഇതാ പിടിച്ചോ ഗോൾഡൻ ട്രോഫി. നിനക്കത് വേണമെങ്കിൽ ഇതാ പിടിച്ചോ മോനെ. എനിക്കും ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാനുണ്ടായിരുന്നു. ജോഗാവർ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ ദാനധർമ്മിയായി മാറിയത്? ഇവർ നിങ്ങളുടെ സ്വഭാവത്തിൽ ലാഭം ഉണ്ടാക്കുകയാണ്. ഉള്ള കാശ് തീർത്ത് കളയോ? ഈ പണം ശരിക്കും കയ്യിലെ അഴുക്ക് പോലെയാണ്. അതിങ്ങനെ വരും പോകും. പക്ഷെ എല്ലാവർക്കും പങ്കുവച്ചാലോ അതിന്റെ ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്. ഈ ജോഗാവർ രഹസ്യം എല്ലാം പരസ്യമാക്കുകയാണല്ലോ. ചേട്ടാ, സമയം എത്രയായിരുന്നു പറയാമോ? എനിക്കിതുവരെ വാച്ച് വാങ്ങാൻ പറ്റിയിട്ടില്ല. ആണോ? എന്നാ പിടിച്ചോ. എന്റെ സ്വർണ്ണ ചെയിനായിരുന്നു, എനിക്കത് നഷ്ടമായി. എന്റെ കഴുത്ത് കാണുമ്പോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. എടോ അമ്മാവോ, ഇനിയെങ്കിലും പറയ്, എനിക്കെന്താ സംഭവിച്ചത്? എന്റെ ബല്ലാ സാറേ, നിങ്ങൾ ആദ്യം സൊല്യൂഷൻ കുടിച്ച് ദാനധർമ്മിയായി, പിന്നെ ഈ സൊല്യൂഷൻ കുടിച്ച് പിശുക്കനായി. അത് ഞാൻ പറഞ്ഞു വന്നത് സാറേ, നോർമലായി മാറി. റോസി, ഞാൻ മോഷ്ടിച്ചെടുത്ത സാധനങ്ങളൊക്കെ എവിടെ പോയെന്ന് പറയ. നിങ്ങൾ എല്ലാവർക്കും അത് കൊടുത്തില്ലേ? ഞാൻ ചെയ്തത് മണ്ടത്തരമാണല്ലോ. റോസി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്റെ എഞ്ചിന്റെ കാർബറേറ്ററിൽ ഒരു ഐഡിയ തെളിഞ്ഞിട്ടുണ്ട്, പറയട്ടെ? പറഞ്ഞതാ റോസി, വേഗം പറഞ്ഞതാ മോളെ. അയ്യോ, ആ ജോഗാവർ നമ്മുടെ ജീപ്പ് കൊണ്ട് കടന്നു കളഞ്ഞല്ലോ. അയ്യോ, ആ ജീപ്പിനകത്താണ് എന്റെ ട്രോഫിയും വാച്ചും ചെയിനും എല്ലാം സൂക്ഷിച്ചിരുന്നത്. വീണ്ടും എല്ലാം കളഞ്ഞു പോയേ. അനന്തരമാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ പ്ലീസ്.
ഇത് കണ്ടില്ലേ ഭതീജെ? ജോഗാവ് സ്വയം പറന്നു വന്ന് പോലീസ് ജീപ്പിലിരിക്കുന്ന കണ്ടില്ലേ? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, ശരിയല്ലേ അമ്മാവാ? 100 വിട്ട് വന്നെന്തിരുവാ.